ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സുകളിലായിട്ട് സ്കെലിറ്റൽ സിസ്റ്റം എന്താണെന്നും അതിൻ്റെ ഡിവിഷൻസ് എന്താണെന്നും നമ്മുടെ ബോഡിയിലുള്ള ഓരോ ബോൺസിനെ കുറിച്ചും വിശദമായിട്ട് പഠിച്ചു. ആക്സിയൽ സ്കെലിറ്റനിലുള്ള ബോൺസ്, ദെൻ ആപ്പൻഡിക്കുലർ സ്കെലിറ്റൻ, അപ്പർ ലിംബ്, ലോവർ ലിംബ്. ഇനി നമ്മൾ ഈ ബോൺസ് തമ്മിലുള്ള ഒരു യൂണിയൻ, ജോയിൻസ് ഓഫ് ദ ഹ്യൂമൻ ബോഡീനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. Okay, so a joint or articulation is a point of contact. രണ്ട് ബോൺസ് തമ്മിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ബോൺസ് തമ്മിൽ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ആ പോയിന്റിന് പറയുന്ന പേരാണ് ജോയിൻറ്റ്. ഓക്കെ, സോ ആർത്തോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ജോയിൻറ്റ്സ്. സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ജോയിൻറ്റ്സിനെ ആർത്തോളജി എന്ന് പറയും. ദെൻ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ദ ഹ്യൂമൻ ബോഡി, ആ ജോയിൻസിലുണ്ടാകുന്ന മൂവ്മെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് കൈനേസിയോളജി എന്ന് പറയും. ഓക്കെ, സോ ആർത്രോളജി എന്താണ്, കൈനേസിയോളജി എന്താണ്? സോ സ്റ്റഡി ഓഫ് മൂവ്മെൻറ്റ്സ് ഓഫ് ദ ഹ്യൂമൻ ബോഡിയാണ് കൈനേസിയോളജി. സ്റ്റഡി ഓഫ് ജോയിൻസ് ആണ് ആർത്രോളജി. ഇസ് ഇറ്റ് ക്ലിയർ? സോ ഡെഫിനിഷൻ ഓഫ് ദ ജോയിൻറ്റ്. This is a site at which any two or more bones articulated is called a joint. And classification, there are different types of classification for the joints. Okay, so it may be fibrous or fixed joints. Move ചെയ്യാൻ വേണ്ടി പറ്റാത്ത type of joints നെയാണ് fibrous or fixed joints എന്ന് പറയുന്നത്. Cartilaginous joints or slightly movable joints, and synovial joints or freely movable joints. So according to the movements, fixed joints, slightly movable joints or freely movable joints അങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ according to the structure, it may be fibrous, cartilaginous or synovial. ഒരുപാട് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ ഫോർ ടൈം ബീയിങ് നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. അതേസമയം ഫൈബ്രസ് ജോയിൻറ്റ്സ് ഫിക്സഡ് ജോയിൻറ്റ്സ് ആണ്, അതിന് മൂവ്മെൻറ്റ്സ് ഒന്നും നടക്കില്ല. കാർട്ടിലേജിനസ് ജോയിൻസ് പറഞ്ഞാൽ കുറച്ചൊക്കെ മൂവ്മെൻറ്റ്സ് നടക്കും. സൈനോവിയൽ ജോയിൻറ്റ്സ് പറഞ്ഞാൽ ഫ്രീലി മൂവബിൾ ആണ്. ഓരോന്നും നമുക്ക് നോക്കാം. ഫൈബ്രസ് ഓ ഫിക്സഡ് ജോയിൻസ്. ഫൈബ്രസ് ഓ ഫിക്സഡ് ജോയിൻറ്റ്സ് അതായത് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ജോയിൻറ്റ്സ്. ദീസ് ജോയിൻറ്റ്സ് ആർ ഹെൽഡ് ടുഗദർ ബൈ എ ടഫ് ടിഷ്യൂ ഇൻ വിച്ച് ഡെവലപ്സ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ്. ഓക്കെ, എക്സാമ്പിൾ ക്രേനിയത്തിൽ നമ്മൾ പറഞ്ഞു ഈ സ്കള്ളിലെ ബോൺസ്, കുറേ ബോൺസ് ഉണ്ടല്ലേ, ഫ്രോണ്ടൽ, പെറൈറ്റൽ, ഓക്സിപിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് തമ്മിൽ കുറേ ജോയിൻസ് ഇല്ലേ, ആ ജോയിൻസ് മൂവബിൾ അല്ല, ഫൈബ്രസ് ടിഷ്യൂ വെച്ചിട്ട് മൂവ് ചെയ്യാത്ത കോലത്തിൽ നല്ല പ്രൊട്ടക്റ്റഡ് ആണ് നമ്മുടെ ബ്രെയിൻ. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ജോയിൻസിനെയാണ് ഫൈബ്രസ് ഓർ ഫിക്സഡ് ജോയിൻസ് എന്ന് പറയുന്നത്. കാർട്ടിലേജിനസ് ജോയിൻസ് പറഞ്ഞാൽ സ്ലൈറ്റ്ലി മൂവബിൾ ജോയിൻസ് ആണ്. ഓക്കെ, ഹിയർ ദ മൂവ്മെൻറ്റ് ഈസ് നീഡഡ് ബട്ട് ഓൺലി ടു എ സെർട്ടൺ പോയിന്റ്. വെർട്ടിബ്രൽ കോളത്തിൽ നമുക്ക് മൂവ്മെൻറ്റ് ഉണ്ട്, പക്ഷേ ലിമിറ്റഡ് ആണ് ആ മൂവ്മെൻറ്റ്. അതേപോലെ പ്യൂബിക് സിംഫൈസിസ്, രണ്ട് ഹിപ്പ് ബോൺ തമ്മിൽ ചേരുന്നത് പ്യൂബിക് ബോൺ തമ്മിലുള്ള ജോയിൻ്റ് ആണ് എന്ത്, പ്യൂബിക് സിംഫൈസിസ്. അവിടെ ചെറിയ രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് മാത്രമേ നടക്കുന്നുള്ളൂ നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിനെ പോലെ. അതേസമയം നമ്മുടെ ഷോൾഡറിനെ പോലെ ഒന്നും ഫ്രീ ആയിട്ട് നടക്കുന്നില്ല. സോ അടുത്താണ് സൈനോവിയൽ ഓർ ഫ്രീലി മൂവബിൾ ജോയിൻറ്റ്സ്. allows movements to take place in the all types of movements. ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്ന ടൈപ്പ് ഓഫ് ജോയിൻ്റ് ആണ് സൈനോവിയൽ ജോയിൻറ്റ്. ഇത് എങ്ങനെയാണ് ഈ ജോയിൻറ്റ് ഉണ്ടാക്കുന്നത്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മൊബിലിറ്റി ഉണ്ടാകുന്നത്. റൈറ്റ്, വിൽ സി സൈനോവിയൽ ഓർ ഫ്രീലി മൂവബിൾ ജോയിൻറ്റ്സ്. അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ദിസ് ലൂബ്രിക്കേറ്റ് ദ ജോയിൻറ്റ് ലൈക്ക് ഓയിൽ ഇൻ എ വർക്കിംഗ് എൻജിൻ. ഒരു എൻജിൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ ഓയിൽ യൂസ് ചെയ്യുന്നത്, അതേപോലെ ഈ സൈനോവിയൽ ജോയിൻറ്റിലൊരു ലൂബ്രിക്കേഷൻ ഉണ്ട്. സൈനോവിയൽ ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് എനേബിൾസ് ഓൾ പാർട്ട് ഓഫ് ദ ജോയിൻറ്റ് ടു മൂവ് എഗെയിൻസ്റ്റ് ഈച്ച് അതർ സ്മൂത്ത്ലി. നമുക്കറിയാലോ എൻജിനിൽ ഓയിൽ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ സ്മൂത്ത്നെസ്, ഓയിൽ ഡ്രൈ ആയി പോയിക്കുകയാണെങ്കിൽ എന്താവും, സ്മൂത്ത്നെസ് പോവും അല്ലേ. ദിസ് ഇസ് ഇൻസൈഡ് ദ സൈനോവിയൽ ക്യാപ്സൂൾ വിച്ച് ഹോൾഡ്സ് ദ ഫ്ലൂയിഡ് ഇൻ പ്ലേസ്. സൈനോവിയൽ ജോയിൻറ്റിന് ഒരു സൈനോവിയൽ ക്യാപ്സൂൾ ഉണ്ട്. സീ ദ പിക്ചർ. അതിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്, സൈനോവിയൽ മെംബ്രെയിൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ
ആണ് എന്തുള്ളത്, സൈനോവിയൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് സൈനോവിയൽ ജോയിൻറ്റിൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ. 2 ബോൺ ഉണ്ട്, ഒരു സൈനോവിയൽ ക്യാപ്സ്യൂൾ ഉണ്ട്, ദെൻ സൈനോവിയൽ മെംബ്രെയിൻ ഉണ്ട് സൈനോവിയൽ ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഉള്ളിൽ ആരുണ്ട്, സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡാണ് ഓയിൽ എൻജിനെ പ്രവർത്തിപ്പിക്കുന്ന പോലെ നമ്മുടെ ജോയിൻറ്റിനെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ സൈനോവിയൽ ജോയിൻസിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. കാരണം ഇത് ആണ് ഫ്രീലി മൂവബിൾ ആയിട്ടുള്ള ജോയിൻസ്. നമ്മുടെ കയ്യിലെയും കാലിലെയും മേജർ ജോയിൻസൊക്കെ അതാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, മൂവ്മെൻറ്റ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈനോവിയൽ ജോയിൻസിനെ കുറിച്ച് നോക്കാം. നമ്മൾ പറഞ്ഞു ഫ്രീലി മൂവബിൾ joints ആണ് സൈനോവിയൽ joints and can be divided into 6 groups depending upon the way they move. Okay, ball and socket type of joints ഉണ്ട്, hinge type of joints ഉണ്ട്, pivot joint ഉണ്ട്, gliding joint ഉണ്ട്, saddling joint ഉണ്ട് and condyloid joint. സോ നമ്മൾ ഓരോ ജോയിൻസും എങ്ങനെയാണ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നോക്കും. അപ്പോൾ എന്തൊക്കെ ടൈപ്പാണുള്ളത്, 6 ടൈപ്പാണ് മേജർ ആയിട്ടുള്ളത്. ബോൾ ആൻഡ് സോക്കറ്റ് ടൈപ്പ്, ഹിഞ്ച് ടൈപ്പ്, pivot joint, gliding joint, saddle joint and condyloid joint. ഇതൊക്കെ പേര് വന്നിരിക്കുന്നത് അതിൻ്റെ ഷേപ്പ് ഓഫ് ജോയിൻറ്റിന് അനുസരിച്ചിട്ടാണ്. ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബോൾ പോലെയുള്ള സംഭവം ഒരു സോക്കറ്റിൽ വെച്ച പോലെയുള്ള ടൈപ്പ് ഓഫ് ജോയിൻ്റ് ആണ്. ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിജാഗിരി ടൈപ്പ് ഓഫ് ജോയിൻ്റ് ആണ്. പിവറ്റ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിനുള്ളിൽ തിരിയാൻ പറ്റുന്ന സൗകര്യത്തിലാണ്. ഗ്ലൈഡിങ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ജോയിൻ്റ്. അങ്ങനെ ഓരോന്നും ഓരോ രീതിയിലാണ്. സോ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് സൈനോവിയൽ ജോയിൻറ്റിൻ്റെ. അതിൽ ആർട്ടിക്കുലാർ കാർട്ടിലേജ് ഉണ്ട്. ദ പാർട്ട് ഓഫ് ദ ബോൺ ആർ കവേർഡ് വിത്ത് കാർട്ടിലേജ് ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് എ സ്മൂത്ത് ആർട്ടിക്കുലാർ സർഫസ്. ദെൻ ക്യാപ്സ്യൂൾ ആൻഡ് ക്യാപ്സുലാർ ലിഗമെൻറ്റ്സ് ഉണ്ട്. ദ ജോയിൻറ്റ് ഇസ് സറൗണ്ടഡ് ആൻഡ് എൻക്ലോസ്ഡ് ബൈ എ സ്ലീവ് ഓഫ് ഫൈബ്രസ് ടിഷ്യൂ വിച്ച് ഹോൾഡ്സ് ദ ബോൺ ടുഗദർ. നേരത്തെ നമ്മൾ പിക്ചർ കണ്ടപ്പോൾ കണ്ടല്ലോ അല്ലേ, 2 ബോണിനെ ആരാണ് പിടിച്ചിരിക്കുന്നത്, ഒരു ക്യാപ്സൂൾ ഉണ്ട്, അതാണ് അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഉള്ളത്, അതാണ് അതിനെ ഹോൾഡ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് സഫിഷ്യൻറ്റ് ലൂസ് ടു അലൗ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ബട്ട് സ്ട്രോങ് ഇനഫ് ടു പ്രൊട്ടക്റ്റ് ഇറ്റ് ഫ്രം ഇഞ്ചുറി. 2 ബോണിനെയും പിടിച്ചു വെക്കാൻ അത്ര സ്ട്രോങ് ആണ്, പക്ഷേ അത് മൂവ്മെൻറ്റ്സ് അലോ ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ക്യാപ്സൂളും ക്യാപ്സുലാർ ലിഗമെൻറ്റും ജോയിൻറ്റിൽ, ഈ സൈനോവിയൽ ടൈപ്പ് ഓഫ് ജോയിൻറ്റിൽ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, സോ ആർട്ടിക്കുലാർ കാർട്ടിലേജ് ഓർ ഹയാലിൻ കാർട്ടിലേജ് ഉണ്ട്. അത് ആ ബോണിൻ്റെ എൻഡിൽ കവർ ചെയ്തിരിക്കുന്ന കാർട്ടിലേജിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് പ്രൊവൈഡ്സ്, അത് സ്മൂത്ത് ആവുന്ന സമയത്ത് ബോണിന് പോലെ ഹാർഡല്ല, സ്മൂത്താണ് കാർട്ടിലേജ്. കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ തരുണാസ്ഥി എന്നാണ് മലയാളത്തിൽ പറയുക. ഇസ് ഇറ്റ് ക്ലിയർ? സോ ആർട്ടിക്കുലാർ കാർട്ടിലേജ് allows smooth articular surface. Then capsulum, capsular ligamentum allows the joint to move freely but it is strong enough to protect it from any injury. Then synovial membrane, this is composed of epithelial cells and is found as a lining in the inside the capsule and covering those part of the bone in the joint. അതാ പറഞ്ഞാൽ കാർട്ടിലേജസിനെ കവർ ചെയ്തിട്ടോ. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് എന്താ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഹോൾഡ് ഉണ്ടാവുള്ളൂ. കവറിങ് ഓൾ ഇൻട്രാ ക്യാപ്സുലാർ സ്ട്രക്ചേഴ്സ് ദാറ്റ് ഡു നോട്ട് ബിയർ വെയിറ്റ്. പിന്നെ ഈ സൈനോവിയൽ മെമ്പറിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട്. ദിസ് ഇസ് എ തിക്ക് സ്റ്റിക്കി ഫ്ലൂയിഡാണ് ഓഫ് എഗ് വൈറ്റ് കൺസിസ്റ്റൻസി. നമ്മുടെ കോഴിമുട്ടയുടെ എഗ്ഗിലെ വൈറ്റ് കണ്ടിട്ടില്ലേ, കോഴിമുട്ടേൻ്റെ ഉള്ളിലുണ്ടെന്ന അതേപോലെ ഉള്ള ഒരു പിന്നെ ഓയിലി സ്ട്രക്ചറാണ്. ആൻഡ് സെക്രീറ്റഡ് ബൈ സൈനോവിയൽ മെംബ്രെയിൻ ഇൻ ടു ദ സൈനോവിയൽ ക്യാവിറ്റി. സൈനോവിയൽ മെംബ്രെയിനാണ് ഈ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ കുറേ കാലം കഴിയുന്ന സമയത്ത് ഈ ഫ്ലൂയിഡ് ഇല്ലാത്ത സമയത്താണ് എന്ത് വരുന്നത്, നമുക്ക് തേയ്മാനം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ജോയിൻറ്റിന് തേയ്മാനം വന്നതെന്നൊക്കെ മാറ്റി വെച്ചു വെക്കേണ്ടി വന്നു എന്നൊക്കെ പറയണില്ലേ. അപ്പോൾ ആ ഫ്ലൂയിഡ് ഇല്ലാത്ത സമയത്ത് നമ്മൾ മൂവ്മെൻറ്റ് നടക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ സൈനോവിയൽ മെംബ്രെയിൻ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യാത്ത സമയത്താണ് എന്തുണ്ടാകുന്നത്, ഈ വെയർ ആൻഡ് ടയറൊക്കെ വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളെ എഞ്ചിന് ഓയിലില്ലാണ്ട് പ്രവർത്തിച്ചാൽ എന്താ സംഭവിക്കുക,
എഞ്ചിന് കേടുവരില്ലേ, അതേപോലെ സൈനോവിയൽ ഫ്ലൂയിഡ് ഇല്ലാതെ, അതായത് സൈനോവിയൽ മെംബ്രെയിൻ സൈനോവിയൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു അവസ്ഥ വരുന്ന സമയത്ത്, അത് ഹോൾഡ് ചെയ്യുന്ന സമയത്താണ് അങ്ങനെ ഉണ്ടാവുന്നത്. ഓക്കെ, ആൻഡ് ദ ഫങ്ഷൻസ് ഓഫ് സൈനോവിയൽ ഫ്ലൂയിഡ് ഇസ് പ്രൊവൈഡ് ന്യൂട്രിയൻ ഫോർ ദ സ്ട്രക്ചർ വിത്തിൻ ദ ജോയിൻറ്റ് ക്യാവിറ്റി. ഭക്ഷണം കൊടുക്കുന്നത് ആരാണ്? ജോയിൻറ്റ് ക്യാവിറ്റിയിലെ എല്ലാ സ്ട്രക്ചറിനും ഭക്ഷണം കൊടുക്കുന്ന ആരാണ്? സൈനോവിയൽ ഫ്ലൂയിഡാണ്. കണ്ടെയ്ൻസ് ഫാഗോസൈറ്റ്സ് വിച്ച് റിമൂവ് ദ മൈക്രോബ്സ് ആൻഡ് ആക്ട് ആസ് എ ലൂബ്രിക്കൻറ്റ് ആൻഡ് ഇറ്റ് മെയിൻറ്റെയിൻസ് ദി ജോയിൻറ്റ് സ്റ്റെബിലിറ്റി. ആ ഒരു തിക്ക് ആയിട്ടുള്ള മൂവബിളായിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ ഉള്ളിലാണ് ജോയിൻറ്റ് സ്ട്രക്ചർ ഉള്ളതില്ലേ, ബാക്കിയുള്ള സംഭവങ്ങളുള്ളത്. അപ്പോൾ അത് എന്ത് ചെയ്യും? ജോയിൻറ്റിൻ്റെ സ്റ്റെബിലിറ്റിനെയും മൊബിലിറ്റിനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? Then we will look into each type of joints. Okay, ball and socket type of joints. ഈ ജോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇറ്റ് അലൗസ് ദ ഗ്രേറ്റസ്റ്റ് റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ്. ഉറപ്പല്ലേ, ഒരു ബോൾ സോക്കറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ അതിൽ ഫുൾ ഡയറക്ഷനിലും നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ഹെഡ് ഓഫ് ബോൺ ഫിറ്റ്സ് ഇൻ ടു എ സോക്കറ്റ് ഓഫ് അനദർ ബോൺ. ജസ്റ്റ് റിമൈൻഡ് യുവർ ഓസ്റ്റിയോളജി. ഓസ്റ്റിയോളജി പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ബോൺസ്. ഓക്കെ, സോ ഏതൊക്കെ ബോണിലാണ് നമ്മളൊരു ബോൾ ടൈപ്പും സോക്കറ്റ് ടൈപ്പും ഉള്ളത്? നമ്മളെ സ്കാപ്പുലയിൽ ഒരു സോക്കറ്റ് പോലെ ഉണ്ട് അല്ലേ, ഗ്ലിനോയിഡ് ക്യാവിറ്റി. ദെൻ ഹ്യൂമറസിൻ്റെ ഹെഡ് സ്ഫെറിക്കൽ ഷേപ്പിലാണ്. അതേപോലെ നമ്മളെ ഹിപ്പ് ബോണിൽ ഓർ ഇന്നോമിനേറ്റ് ബോണിൽ എന്തുണ്ട്? അസറ്റാബുലമുണ്ട്, ഒരു സോക്കറ്റ്. അതേപോലെ തൈ ബോൺ ഓർ ഫീമറിൽ ആരുണ്ട്? ഒരു ഹെഡും ഉണ്ട്. ഓക്കെ, ദീസ് ആർ ഹെൽഡ് ടുഗദർ ബൈ ലിഗമെൻറ്റ്സ് ആൻഡ് ടെൻഡൻസ്. ലിഗമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രക്ചർ ദാറ്റ് കണക്ട്സ് ദ ബോൺസ്. ടെൻഡൻസ് പറഞ്ഞാൽ എന്താണ്? മസിലിൻ്റെ എൻഡ് ബോണിൽ അറ്റാച്ച് ചെയ്യുന്ന ത്രൂ ദ ടെൻഡൻസ് ആണ്. മറ്റേത് ലിഗമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വൺ ബോൺ ടു ബോൺ ആയിട്ടുള്ള ടൈ ആണ്. അവരാണ് എന്ത് ചെയ്യുന്നത്? ബോൺസിനെ സ്പേസിൽ നിർത്തുന്നത്, ജോയിൻ്റ് ഒന്നിച്ച് നിർത്തുന്നത്. ഈ ലിഗമെൻറ്റ്സും പിന്നെ ഇതും ഒന്നും ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നേരെ നിൽക്കുമോ? ഇല്ല. ടെൻഡൻസും ലിഗമെൻസും ആണ് അതിനെ സ്പേസിൽ നിർത്തുന്നത്. ദാറ്റ്സ് അബൌട്ട് ബോൾ ആൻഡ് സോക്കറ്റ്. ദെൻ ഹിഞ്ച് ജോയിൻറ്റ്. ഹിഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? വിജാഗിരി കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ ടൈപ്പ് ഓഫ് ജോയിൻറ്റിനാണ് ഹിഞ്ച് ജോയിൻറ്റ് എന്ന് പറഞ്ഞത്. ഹിഞ്ച് ജോയിൻറ്റിൻ്റെ എക്സാമ്പിളാണ് നമ്മളെ ബോഡിയിൽ നീ ജോയിൻറ്റും എൽബോ ജോയിൻറ്റും. ഇറ്റ് അലൗസ് ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ വിത്ത് ഓൺലി എ സ്മോൾ എമൗണ്ട് ഓഫ് റൊട്ടേഷൻ. ഒരുപാട് റൊട്ടേഷനൊന്നും അലോ ചെയ്യുന്നില്ല, ഒരു ഫ്ലെക്ഷനും എക്സ്റ്റൻഷനാണ്. നമ്മളെ വാതിൽ അടക്കാനും തുറക്കാനല്ലേ പറ്റുള്ളൂ, മുകളിലേക്കും താഴോട്ട് പൊതിക്കാനും താഴ്ത്താനും പിന്നെ തിരിക്കാനൊക്കെ പറ്റുമോ? ഇല്ല. സോ അതുകൊണ്ടാണ് ഇതിനെ ഹിഞ്ച് ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് അലൗസ് ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ വിത്ത് ഓൺലി എ സ്മോൾ എമൗണ്ട് ഓഫ് റൊട്ടേഷൻ. അതാണ് ആര്? എൽബോ ജോയിൻറ്റും നീ ജോയിൻറ്റും. പിന്നെ ആംഗിൾ, ഫിംഗർ, ടോസ് അതിലുള്ള ജോയിൻറ്റ്സ് ഒക്കെ സെയിം ടൈപ്പാണ്. ഹിഞ്ച് ജോയിൻ്റാണ്. മടക്കാനും നിവർത്താനും മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അടയ്ക്കാനും തുറക്കാനും മാത്രമേ പറ്റുള്ളൂ. ആ മൂവ്മെൻറ്റ്സ് എന്താണ്? ഫ്ലെക്ഷനും എക്സ്റ്റൻഷനുമാണ്. ഓക്കെ, സോ ഹിഞ്ച് ജോയിൻറ്റ് എന്താണ് നമ്മൾ പറഞ്ഞു. അടുത്ത് പിവറ്റ് ജോയിൻറ്റ്. ഇറ്റ് അലൗസ് ഓൺലി റൊട്ടേഷൻ. ഓക്കെ, മടക്കാനും നിവർത്താനൊന്നും പറ്റില്ല. പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ റേഡിയോ അൾനാർ ജോയിൻറ്റ്. അതിൽ റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ. ഏത് മൂവ്മെൻ്റാണുള്ളത്? പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ റേഡിയോ അൾനാർ ജോയിൻറ്റിൽ പ്രൊണേഷനും സുപ്പിനേഷനും. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, പ്രീസ്റ്റ്, പ്രൊണേറ്റ് ആൻഡ് ബെഗേഴ്സ്, സുപ്പിനേറ്റ്സ് എന്നൊക്കെ നമ്മളെല്ലാവരും അനാട്ടമീൻ്റെ തുടക്കത്തിൽ മൂവ്മെൻറ്റ്സ് പറഞ്ഞപ്പം പറഞ്ഞത്. ദെൻ ഗ്ലൈഡിങ് ജോയിൻറ്റ്സ്. ഇൻ ദിസ് ജോയിൻറ്റ് ദ ആർട്ടിക്കുലർ സർഫസ് ഓഫ് ദ ബോൺ ലുക്സ് ഫ്ലാറ്റ് ആൻഡ് മൂവ് ഓൺ അനദർ ബോൺ ഇൻ എ സ്ലിപ്പിംഗ് മൂവ്മെൻറ്റ്. എക്സാമ്പിൾ സ്റ്റേണോ ക്ലാവിക്കുലാർ ജോയിൻറ്റ്. സ്റ്റേണോ ക്ലാവിക്കുലും തമ്മിലുള്ള ജോയിൻറ്റ്. ആൻഡ് കാർപ്പൽ ആൻഡ് ടാർസൽ ബോൺസ് ബിറ്റ്വീൻ. കാർപ്പൽ ബോൺസും ടാർസൽ ബോൺസും കുറേ എണ്ണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ 8 കാർപ്പൽ ബോണും 7 ടാർസൽ ബോണും ഉണ്ട്. അവ തമ്മിലുള്ള ഇൻ്റർ കാർപ്പൽ ജോയിൻറ്റ്സ് അല്ലെങ്കിൽ ഇൻ്റർ ടാർസൽ ജോയിൻറ്റ്സ് ഒക്കെ ഏത് ടൈപ്പ് ഓഫ് ജോയിൻറ്റ്സ് ആണ്? ഗ്ലൈഡിങ് ജോയിൻറ്റ്സ് ആണ്. അത് ഒരു ബോണിൻ്റെ മുകളിൽ വേറെ ഒന്ന് സ്ലിപ്പ് ചെയ്യുള്ളൂ, വേറെ മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല. ചെറിയ സ്ലിപ്പിംഗ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ഗ്ലൈഡിങ് എന്ന് പറയുന്നത്. ഗ്ലൈഡിങ് നിങ്ങൾ കേട്ടില്ലേ? പാരാഗ്ലൈഡിങ് ഒന്നും ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോവുകയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലേ? ദെൻ സാഡിൽ ജോയിൻറ്റ്. സാഡിൽ ജോയിൻറ്റ്സ് അലൗസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ജോയിൻറ്റ് forward and backwards and right
to left. എക്സാമ്പിളാണ് റിസ്റ്റ് ജോയിൻറ്റ്. ഓക്കെ, സോ അതിൽ ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ ഉണ്ട്, റേഡിയൽ ഡീവിയേഷൻ ഉണ്ട്, അൾനാർ ഡീവിയേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ സാഡിൽ ജോയിൻറ്റ് എന്ന് പറയുന്നത്. അലോസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ജോയിൻറ്റ് ഫോർവേഡ്, ബാക്ക്വേഡ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. എക്സാമ്പിളാണ് സാഡിൽ ജോയിൻറ്റ്, എക്സാമ്പിളാണ് റിസ്റ്റ് ജോയിൻറ്റ്. ഓക്കെ, സോ അടുത്താണ് കോണ്ടൈലോയ്ഡ് ജോയിൻറ്റ്. This allows for the movement in all direction. Example, wrist joint, metacarpophalangeal joint, metatarsophalageal joints. അതൊക്കെയാണ് എക്സാമ്പിൾസ് പറയുന്നത്. കോണ്ടൈലോയ്ഡ് ടൈപ്പ് ഓഫ് ജോയിൻറ്റ്സ്. റൊട്ടേഷൻ, ആംഗിൾ റൊട്ടേഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? സോ കോണ്ടൈലോയ്ഡ് ജോയിൻറ്റ് അലൗസ് മൂവ്മെൻറ്റ് ഇൻ ഓൾ ഡയറക്ഷൻ. സോ നമ്മളിതുവരെ പറഞ്ഞത് ഒന്നും കൂടെ റിവൈസ് ചെയ്യുന്ന സമയത്ത്, ജോയിൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ബൈ മൂവ്മെൻറ്റ്സ് ഓർ ടിഷ്യൂ ടൈപ്പ്. മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇമ്മൂവബിൾ, സ്ലൈറ്റ്ലി മൂവബിൾ ആൻഡ് ഫ്രീലി മൂവബിൾ, ദെൻ ഫൈബ്രസ്, കാർട്ടിലേജിനസ് ഓർ സൈനോവിയൽ. അങ്ങനെ ആണതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഫൈബ്രസ്, കാർട്ടിലേജിനസ്, സൈനോവിയൽ ഓ മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാവുന്ന സമയത്ത് ഇമ്മൂവബിൾ, സ്ലൈറ്റ്ലി മൂവബിൾ and freely movable. Ball and socket type of joint consists of a bone with a ball-shaped head that attaches with the cup-shaped cavity of the another bone. ഞാൻ നേരത്തെ പറഞ്ഞു എക്സാമ്പിൾസ് അല്ലേ. This type of joint allows for a wider range of motion than any other kind of joints, and it permits the movement in all planes and rotational movement around a central axis. Two examples of this type of joints are hip and shoulder joints. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണ് അറിയാലോ, ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ദെൻ കോണ്ടൈലോയ്ഡ് ജോയിൻറ്റ്. കോണ്ടൈലോയ്ഡ് ജോയിൻറ്റ് ഇസ് എ oval shaped condyle of one bone fits into an elliptical cavity of another bone. This type of joints permit a variety of movements in different planes. However, doesn't permit rotational movement. Examples of this type of joint are between metacarpals and phalanges. Condyloid joint and metacarpophalangeal joints. And then gliding joint as nearly flat or slightly curved articulating surfaces. And this type of joint allows sliding and twisting movements only. Okay. Examples of this joint include the joints within the wrist and the ankles. And this joint between the articular process of adjacent vertebrae. Sacroiliac joint and joints formed by the ribs. Then അടുത്താണ് ഹിഞ്ച് ജോയിൻറ്റ്. ഹിഞ്ച് ജോയിൻറ്റ് എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു വിജാഗിരി ടൈപ്പാണെന്ന് അല്ലേ. അത് കോൺവെക്സ് സർഫസ് ഓഫ് one bone fits into the concave surface of the another. This type of joint permits the movement in one plane only, and this movement consists of flexion and extensions. Elbow, phalanges, knee, അതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. ദെൻ പിവറ്റ് ജോയിൻറ്റ്, ഒന്നിൻ്റെ ഉള്ളിൽ ഒന്ന് തിരിയുന്നതാണ്. The cylindrical surface of one bone rotates within the ring formed on the of bone and ligament. Movement is limited to rotation around the central axis. Examples between the proximal and distal end of the radius and ulna. അതിൻ്റെ റേഡിയസിൻ്റെ ഹെഡ് തിരിയും. Then saddle joint forms between the bones whose articulating surfaces have both concave and convex regions. The surface of one bone fits the concavity, the complementary surface of the other bone. And type of joints permits a variety of movements. Example would be a joint between the trapezium and metacarpal bone of the thumb. It's a saddle joint. മൂവ്മെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. ബേസിക് അനാട്ടമിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് റുസ്ലാബ് മിസ് പറഞ്ഞു, മുബിൻ സാർ പറഞ്ഞു, ഞാൻ പറഞ്ഞു. പിന്നെ ഇനിയും റിപ്പീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. അത് ഒരിക്കലും നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ടാണ്. ഓക്കെ, സോ ഫ്ലെക്ഷൻ, ബെൻഡിങ് പാർട്സ് ഓഫ് ദ joint so that the angle between the
them decrease and parts come closer together. Example, bending the lower limb at the knee. Extension, straightening the parts of the joint so that it gets straightened. Parts move further apart. Example, straightening the lower limb at the knee. അല്ലെങ്കിൽ കൈമുട്ട് നിർത്തുന്നത്. Then eversion, turning the foot so the sole of faces laterally. Inversion, turning the foot so the sole faces medially. Protraction, moving the part forward. Example, thrusting the chin towards അല്ലെങ്കിൽ ഷോൾഡർ മുന്നോട്ടാക്കുന്നത്. Retraction, moving the part backward. And elevation, raising the part, shrugging the shoulders. And depression, lowering the part. Then abduction, moving the part away from the midline. Example, lifting the upper limb horizontally to form a right angle with the side of that body. Abduction, moving a part towards the midline, retaining the upper limb from a horizontal position to the sides of the body. See the picture. കാണാലോ അല്ലേ? എവേയും അബ്ഡക്ഷൻ, അടുപ്പിക്കുന്നതിന് അഡക്ഷൻ എന്നും പറയും. Then rotation, moving a part around an axis. Then circumduction, moving a part so that its end follows a circular path. നമ്മൾ കൈ കൊണ്ട് ഒരു വട്ടം വരയ്ക്കുക അല്ലേ? കാലുകൊണ്ട് ഒരു വട്ടം വരയ്ക്കുക, അതിനാണ് സർക്കംഡക്ഷൻ പറയുന്നത്. Then supination, turning the hand so that the palm is upward. Beggar supinate, priest pronates, turning the hand so the palm facing downwards. Then hyperextension, excess extension of the part at the joint beyond the anatomical position. Okay, then dorsiflexion എന്ന് പറഞ്ഞാൽ bending the foot at the angle forward towards the chin, മുകളിലേക്ക് പൊതുനിൽക്കുന്നതിനാണ് ഡോസിഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. bending the foot at the angle towards the sole, താഴോട്ട് ആക്കുന്നതിനാണ് എന്ത് പറയുന്നത്? പ്ലാന്റാർ ഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് മേജറായിട്ടുള്ള ബോഡിയിലുള്ള മൂവ്മെൻറ്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. സോ ജോയിൻറ്റ്സ് ആൻഡ് മൂവ്മെൻറ്റ്സ് എന്താ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ കോപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ജോയിൻറ്റ്സ് എന്നുള്ള പാട്ട് നോക്കിയാൽ നോട്ട്സൊക്കെ എഴുതിയെടുക്കുക, ക്ലിയറായിട്ട് സംഭവങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ആർ ഓൾവേസ് വെൽക്കം. ഓക്കെ, താങ്ക് യു.